ഹീബ്രുവും സുറിയാനിയും അരമായിക്ക് ഭാഷയും ഒക്കെ അതിൻ്റെ ആഴത്തിൽ നിന്ന് പഠിച്ച് നിലവിലുള്ള ബൈബിൾ ഗ്രന്ഥങ്ങളിൽ നബിയെക്കുറിച്ച് പറയുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് വളരെ പണ്ഡിതോചിതമായി പഠിച്ച് മുഹമ്മദിന്റെ ബൈബിൾ എന്ന പേരിൽ ലോകപ്രസിദ്ധമായ കൃതി രചിച്ചു അദ്ദേഹം. പക്ഷേ റസൂലിനെ കുറിച്ച് പഠിച്ചു വന്നപ്പോഴേക്ക് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, താൻ ഉൾക്കൊള്ളേണ്ട നായകൻ ഇദ്ദേഹമാണ്. അങ്ങനെയാണ് ഫാദർ ബെഞ്ചമിൻ കൽദാനി മുഹമ്മദ് ജാവൂദായി മാറുന്നത്. റസൂലിനെ കുറിച്ച് എല്ലാം നമ്മളൊന്നിങ്ങനെ വിലയിരുത്തി നോക്കൂ. ഇത്രയും മുന്നേ ജീവിച്ച ആ മഹാത്മാവ് ലോകത്തുള്ള ഓരോ മുഅ്മിനിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വേദിയിലേക്ക് ഓരോരുത്തരും കയറി വന്നത് വലതുകാല് മുന്നിൽ വെച്ചാണ്. എന്തുകൊണ്ട് ഇടതുകാല് വെച്ചുകൂടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലതുകാല് വെച്ച് കയറാൻ പറഞ്ഞു. അത്ര തന്നെ വിശ്വാസ